ശ്രീ അശോകൻ ചെരുവിൽ നമുക്കപ്പോൾ ശ്രീ അശോകൻ ചെരുവിൽ അങ്ങ് എങ്ങനെ അനുസ്മരിക്കുന്നു? എങ്ങനെയായിരുന്നു ബന്ധം? അനുമാഷമായിട്ട് വലിയ സ്നേഹബന്ധമായിരുന്നു. ഒരു വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ വലിയ വാത്സല്യം അനുഭവിക്കാനായിട്ട് എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ വാസ്തവത്തിൽ കുട്ടിക്കാലം മുതലേ കാണാനുള്ള ഒരു അവസരം എനിക്കുണ്ടായിരുന്നു. ഞാൻ ഇരിങ്ങാലക്കുടക്കാരനാണ്. അപ്പോൾ അവിടെ CR കേശവൻ വൈദ്യരുടെ നിരവധി പ്രസ്ഥാനങ്ങളുള്ള ഒരു സ്ഥലമാണ് ഇരിങ്ങാലക്കുട. അപ്പോൾ അവിടെ അദ്ദേഹം ആ പ്രവർത്തനങ്ങളിലൊക്കെ സഹകരിക്കാൻ വേണ്ടിയിട്ട് വൈദ്യരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും എൻ്റെ കുട്ടിക്കാലത്താണ് അദ്ദേഹം അവിടുന്ന് വിവേകോദയം മാസിക പ്രസിദ്ധീകരിച്ചിരുന്നത്. അപ്പോൾ വിവേകോദയം മാസികയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് സാനുമാഷാണ്. അപ്പോൾ ഇത് ഇങ്ങാലക്കുടയിൽ അവിടെ വെച്ച് കാണും. ആ കാലഘട്ടത്തിൽ ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കാണുന്ന അദ്ദേഹത്തിൻ്റെ ഒരു എന്ന ആ ഒരു മനോഹരമായിട്ടുള്ള കൃതി, അത് അതിൻ്റെ പ്രകാശനം ഇരിങ്ങാലക്കുടയിൽ വെച്ചാണ് നടന്നത്. അപ്പോൾ അതിൽ ഞാൻ ഒരു കേൾവിക്കാരനായിട്ട് ഞാൻ അവിടെ കുട്ടിയായിരുന്നു. ചെറുപ്പം, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ അദ്ദേഹത്തെ ആ പ്രകാശന വേദിയിൽ വെച്ച് കണ്ടു. സംസാരിച്ചൊന്നുമില്ല. പക്ഷേ പിന്നീട് ഞാൻ ഈ കൃതി വായിച്ചു. അന്ന് അവിടെ നിന്ന് കിട്ടിയ ഗുരുവിൻ്റെ ജീവചരിത്രം, ശ്രീനാരായണ ഗുരുസ്വാമി എന്നാണ് അതിൻ്റെ പേര്. അത് ഞാൻ വായിച്ചു. വാസ്തവത്തിൽ അത് ആ വായന, ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് അതിന് മുമ്പൊക്കെ ധാരാളം കേട്ടിട്ടുണ്ട്. പക്ഷേ കാരണം ഗുരുവിനെ കേൾക്കാതിരിക്കാൻ ഒരു നിർവാഹമില്ലല്ലോ കേരളത്തിൽ. അത്രയധികം ആഘോഷങ്ങളും ആചാരങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഹനുമാഷയുടെ ആ ഒരു ജീവചരിത്രമാണ് വാസ്തവത്തിൽ ഗുരുവിനെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള ഒരു വെളിച്ചം എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നത്. അത്ര മനോഹരമായ ഭാഷയിലാണ്, ഒരുപക്ഷെ ഒരു നോവലുകളിൽ പോലും ചിത്രീകരിക്കാൻ കഴിയാത്ത അത്രയ്ക്കും കാവ്യം. അത് ഹനുമാഷയുടെ എല്ലാ കൃതികളുടെയും, എല്ലാ ജീവചരിത്ര കൃതികളുടെയും, സാഹിത്യ വിമർശന കൃതികളുടെയും ഒക്കെ തന്നെ ഒരു പ്രത്യേകതയാണത്. അതുപോലെ തന്നെയാണ് അദ്ദേഹം നാരായണ ഗുരു സ്വാമികളെ കുറിച്ച് എഴുതിയിട്ടുള്ളത്. ഒരുപക്ഷെ നാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ഞങ്ങളെപ്പോലുള്ള പുതിയ തലമുറയിലേക്ക്, ആ കാലഘട്ടത്തിലെ ഒരു പുതിയ തലമുറയിലേക്ക്, കേരളപ്പിറവിക്ക് ശേഷം ജനിച്ച ഒരു തലമുറയുടെ ജീവിതത്തിലേക്ക് പുതിയ രൂപത്തിൽ ആവിഷ്കരിക്കുന്നതിന് ഏറ്റവും കഴിഞ്ഞിട്ടുള്ള ഒരു പുസ്തകമാണ് നാരായണ ഗുരുസ്വാമി എന്ന്. അതുപോലെ തന്നെയാണ് ചങ്ങമ്പുഴയെ കുറിച്ചായാലും അദ്ദേഹം എഴുതിയിട്ടുള്ള അനവധി ജീവചരിത്രങ്ങളുണ്ട്. ജീവചരിത്ര ശാഖയിൽ എത്ര വലിയ സംഭാവന ചെയ്തിട്ടുള്ള ആൾ വേറെ ഉണ്ടാവില്ല. മാത്രമല്ല പിന്നീട് അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടു കോട്ടയത്ത് വെച്ചിട്ട്. ഞാൻ കുറച്ച് മുതിർന്നതിന് ശേഷമാണ് പരിചയപ്പെട്ടത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം മലയാളത്തിലെ കഥാസാഹിത്യത്തെയൊക്കെ തന്നെ വളരെ ശക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നു. തൃശ്ശൂർ വെച്ച ഒരു സന്ദർഭത്തിൽ അദ്ദേഹം കാരൂർ സ്മാരക പ്രഭാഷണം നടത്താനായിട്ട് എത്തിയിരുന്നു. അന്ന് CCS ആണ് സംഘടിപ്പിക്കുന്നത്, തൃശ്ശൂരായിരുന്നു. അതിൽ ഞങ്ങളുടെ തലമുറയുടെ കഥയെക്കുറിച്ച് അദ്ദേഹം വളരെ കൃത്യമായിട്ട്, എൻ്റെ അക്ബർ കട്ടലിൻ്റെയും CV ബാലകൃഷ്ണൻ, N പ്രഭാകരൻ, TV കൊച്ചുവാവ് തുടങ്ങിയുള്ളവരുടെ കഥകളെ കുറിച്ചുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സാഹിത്യ വിമർശനമാണ്, ഒരു നിരൂപണമാണ് അദ്ദേഹം അവിടെ നടത്തിയത്. പിന്നീട് പല ഘട്ടങ്ങളിലും, പ്രത്യേകിച്ച് പുരോഗമന സാഹിത്യ പ്രസ്ഥാനവുമായി അദ്ദേഹം അടുത്ത് ബന്ധപ്പെടാൻ തുടങ്ങിയ സമയത്തും അതിൻ്റെ പ്രസിഡന്റായി. തൃശ്ശൂരിൽ അദ്ദേഹം സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായിട്ട് വന്നു. ആ സന്ദർഭത്തിലൊക്കെ തന്നെ അദ്ദേഹവുമായി പരിചയപ്പെടാനും വലിയ സ്നേഹമാണ് അദ്ദേഹം എല്ലായ്പ്പോഴും പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇത്രയും മനോഹരമായ ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ ആ എഴുത്ത് ഭാഷ എന്ന് പറയുന്നത് നമുക്കൊക്കെ മാതൃകാപരമായിട്ട് അനുകരിക്കേണ്ട ഒരു ഭാഷയാണ്. ഈ പ്രായമായ പല ഘട്ടങ്ങളിലും ഞങ്ങൾ ഒന്നിച്ച് പല സന്ദർഭങ്ങളിലും ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുകയും പലയിടത്തൊക്കെ സംസാരിക്കുകയും ചെയ്യുന്നത്. പ്രായമായ ഒരു ഘട്ടത്തിലും അദ്ദേഹത്തിന് വായിക്കാനായിട്ട് കണ്ണു കാണാനൊരു ചെറിയ ബുദ്ധിമുട്ട് മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം വളരെ മനോഹരമായിട്ട് പ്രസംഗിക്കുമായിരുന്നു. ഒരു പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുമില്ലാതെ കാര്യങ്ങളൊക്കെ അപഗ്രഥിച്ച് വിവേകത്തോടെ അദ്ദേഹത്തിൻ്റെ ആ മതേതര ജനാധിപത്യ കാഴ്ചപ്പാടിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ കൃതികളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വായനയും പഠനവും ഒക്കെ തന്നെ മനസ്സിൽ വളരെ ശക്തമായിട്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം വായിച്ചു, അദ്ദേഹം പ്രസംഗിച്ചിരുന്നു. വലിയ ദൗർഭാഗ്യമാണ് ഈ സന്ദർഭത്തിൽ ഒരു വീഴ്ചയെ തുടർന്ന് അദ്ദേഹത്തിന് നമ്മുടെ ഇടയിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നത്. പ്രായമായിട്ടാണ് അദ്ദേഹം മരിച്ചെങ്കിൽ പോലും ഒരു തരത്തിലും തളർച്ച പറ്റാതെ സജീവമായി നിന്നിരുന്ന ഒരു സമയത്താണ് അദ്ദേഹം വിട്ടുപോയതെന്നുള്ള ഒരു സന്ദർഭം. അവസാന നാളുകളിൽ അപകടം പറ്റുന്നത് തൊട്ടു മുൻപ്, ഒരാഴ്ച മുൻപ് പോലും പരിപാടികളിൽ സജീവമായിരുന്നു.